ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം നീ നമുക്ക് തരണേ, യേശു പഠിപ്പിച്ച സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യമാണ്. മാത്യു ചാപ്റ്റർ 6:11. സോ ഹൗ ഗോഡ് പ്രൊവൈഡഡ് എവറിത്തിങ് ഫോർ ദ ഇസ്രായേൽസ്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മളും ദൈവത്തിൻ്റെ ഇസ്രായേലാണ്, പുതിയ ഇസ്രായേലാണ്. നമുക്ക് എന്തെല്ലാം ആ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ കൊടുത്തെങ്കിൽ നമുക്ക് അതിലും അധികം തരുന്ന നമ്മുടെ സ്വർഗീയ പിതാവാണ് നമ്മുടെ ദൈവം. നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കരുതുന്നു, കാക്കുന്ന ആ ദൈവമാണ്. ഹീ ഈസ് ദ ട്രൂ ലിവിങ് ഗോഡ്. ആ ദൈവത്തെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഡു നോട്ട് സെർവ് ആൻ അൺനോൺ ഗോഡ്. യു ഹാവ് ടു നോ യുവർ ഗോഡ് ആൻഡ് യു ഹാവ് ടു സെർവ് ഹിം, ലവ് ഹിം, വർഷിപ്പ് ഹിം, ലിവ് ഫോർ ഹിം, സോ ദാറ്റ് യു വിൽ റീച്ച് ഹെവൻ. ഇന്നലെ നമ്മൾ ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടെ വന്നപ്പോൾ ദൈവം എന്താണ് കൊടുത്തത്? ദൈവം ഹി ഡിവൈഡ് ദ റെഡ് സീ, ആ ചെങ്കടൽ പിളർന്നു കൊടുത്തവർക്ക് വേണ്ടി. രണ്ടാമത് മരുഭൂമിയിൽ ഭയങ്കര വെയിൽ, ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ടെമ്പറേച്ചർ. അപ്പം ദൈവം മേഘസ്തംഭം, ദൈവമാണ് ആ സ്തംഭത്തിൽ, ദൈവമായിരുന്നു ക്ലൗഡ് ഓഫ് ഗോഡ്. ഹീ വാസ് ദേ. ആ ക്ലൗഡ് ലിഫ്റ്റ് അപ്പ് ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യും, ആ ക്ലൗഡ് ഉയരുമ്പോൾ. അങ്ങനെ ആ മേഘസ്തംഭം താഴുമ്പോൾ അവർ യാത്ര നിർത്തും. അങ്ങനെയാണ് ദൈവം അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ മേഘസ്തംഭത്തെ ദൈവം തന്നെയാണ് അവരെ പ്രൗഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലാണ്. ആ ബോഡി, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കിയിരിക്കുകയാണ്. അന്ന് മുൾപ്പടർപ്പിൽ വന്നു, അന്ന് ടാബർനാക്കിൾ, ആർക്ക് ഓഫ് ദ കവന്റ്, അതിൻ്റെ അകത്ത് ദൈവം പ്രത്യക്ഷമായി. പിന്നെ സോളമൻ്റെ ടെമ്പിൾ, ദേവാലയത്തിൽ ദൈവം ഉണ്ടായിരുന്നു, ദൈവം പ്രത്യക്ഷമായി ജനങ്ങളുടെ അകത്തില്ലായിരുന്നു. പിന്നെ ഈ പില്ലർ ഓഫ് ക്ലൗഡ്, അങ്ങനെയൊക്കെ ദൈവം മനുഷ്യനെ നയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരിക്കലും ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ വസിച്ചില്ല, ഒരിക്കലും. അതിനെ ഉപായം സൃഷ്ടിച്ചപ്പോൾ മാത്രം ദൈവത്തിൻ്റെ മഹിമ കൊണ്ട് അവരെ നിറച്ചു. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞ് ദൈവം അവരുടെ ഉള്ളിൽ വസിക്കാൻ ദൈവത്തിന് പറ്റില്ല. പക്ഷേ മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ദൈവം അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ പില്ലർ ഓഫ് ക്ലൗഡ്, പില്ലർ ഓഫ് ഫയർ. രാത്രിക്ക് തണുപ്പായിരുന്നല്ലോ, നല്ല തണുപ്പ്. പിന്നെ അവിടെ ഇതുപോലെ ഇന്നത്തെ പോലെ വലിയ ഇലക്ട്രിക് അതൊന്നും ഇല്ലായിരുന്നു, കറണ്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അന്ന്. അപ്പോൾ ഭയങ്കര കൂരിട്ടാണ്, ശത്രുക്കളെല്ലാം അവരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ദൈവം എന്താണ് പ്രൊവൈഡ് ചെയ്തത്? കരുതുന്ന ദൈവം യഹോവ ജൈറ. ഹി ഗേവ് ദം പില്ലർ ഓഫ് ഫയർ ഇൻ ദ നൈറ്റ്. അങ്ങനെ ആ ദൈവം അവരെ നടത്തി. മൂന്നാമതായിട്ട് ദൈവം അവർക്ക് ദാഹിച്ചപ്പം മോശയോട് ഭയങ്കരമായിട്ട് അവർ കസർട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഞങ്ങളെ എന്തിനായി മരുഭൂമിയിൽ കൊണ്ടുവന്ന്, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് മോശയും അഹ്റോനെയൊക്കെ അവർ കല്ലെറിയാൻ തുടങ്ങി. പക്ഷേ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പം പറഞ്ഞു, നീ ആ പാറയെ അടിക്കാൻ പറഞ്ഞു. അവിടെ ഒരു പാറയുണ്ടായിരുന്നു, ആ പാറയെ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ പാറയെ അടിച്ചപ്പോഴും വെള്ളം അങ്ങോട്ട് വലിയ ഉറവയായിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ പാറയിൽ നിന്ന് ശുദ്ധജലം ഇസ്രായേൽ മക്കൾ കുടിച്ചു എന്ന് കണ്ടോ. ആ വെള്ളം മിനറൽ വാട്ടറിനെക്കാട്ടിലൊക്കെ എത്ര നല്ലതാണ്. ഞങ്ങളൊക്കെ ഞാൻ പന്നേരത്താണ് ജനിച്ചത്. അവിടെ മുകളിൽ ഉറവ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ പാറയിൽ നിന്ന് ഉറവ വെള്ളമായിരുന്നു ഞങ്ങൾ പാത്തിക്കിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ കുടിച്ചുകൊണ്ടിരുന്നത്. എത്രയും ശുദ്ധജലമാണത്. തിളപ്പിക്കുകയും വേണ്ട, ശുദ്ധി ചെയ്യുകയും വേണ്ട, ബോട്ടിലാക്കുകയും വേണ്ട, അങ്ങനെ ഡയറക്റ്റ് വെള്ളമാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ എത്രയാണ് പൊല്യൂഷനും ഒന്നും ഇല്ലായിരുന്നു. ഇന്നെല്ലാം മിനറൽ വാട്ടർ അല്ലാതെ ആരും ഒന്നും കുടിക്കുന്ന പോലും ഇല്ല, അല്ലേ? തിളപ്പിച്ച് അരച്ചൊക്കെ കുടിക്കുന്നു. പക്ഷേ അന്ന് ഇസ്രായേൽ മക്കൾ അതുപോലെയുള്ള ആ വെള്ളം ദൈവം പ്രൊവൈഡ് ചെയ്തു പാറയിൽ നിന്ന്. ആ വെള്ളം, ആ പാറ ആദ്യം ദൈവം പറഞ്ഞു അടിക്കാൻ പറഞ്ഞു. അതായത് ആ പാറ യേശുവായിരുന്നു. ഇതെല്ലാം പഴയ നിയമവും പുതിയ നിയമവും എല്ലാം കണക്റ്റഡാണ്. ആ പാറ ആരാണ്? ആ മന്ന, ജീവൻ്റെ മന്ന യേശുവായിരുന്നു. ആ പാറ യേശുവായിരുന്നു. ആ പാറയിലെ വെള്ളം യേശു പറയുന്നുണ്ട് ജീവജലം. അതായത് കുരിശിൽ തൂങ്ങിയിട്ട് സോൾജിയേഴ്സ് അവർ കുത്തിയപ്പോൾ, യേശു മരിച്ചു കഴിഞ്ഞ് സൈഡിൽ കുത്തിയല്ലോ, വിലാപ്പുറത്ത് കുത്തിയപ്പോഴെന്താ വന്നേ? വെള്ളവും രക്തവും പുറപ്പെട്ടല്ലേ. ആ വെള്ളം ജീവജല നദിയാണ്. അത് ജീവൻ്റെ വെള്ളമാണ്. യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്ക്, നിങ്ങൾക്ക് ജീവജല നദി നിങ്ങളിൽ നിന്ന് ആ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. എന്നിലൊരു നദി ഒഴുകുന്നുണ്ട്. ഞാൻ കുടിച്ചു യേശുവിൽ നിന്ന്,
ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് തൃപ്തിയാകുകയില്ല. എന്നും എന്നും നിറയണം, എന്നും എന്നും ജീവൻ്റെ നദി ഒഴുകണം. ഒരു നദിയായിട്ടാണ് ഞാൻ എവിടെ പോയാലും അവിടെ സന്തോഷം വിതറും. ആ നദിയിൽ സന്തോഷമുണ്ട്, ആ നദിയിൽ സ്നേഹമുണ്ട്, ആ നദിയിൽ സമാധാനമുണ്ട്. അങ്ങനെ ഒരു നദി ഒഴുകണം നമുക്ക്. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളുള്ള നദി ഒഴുകണം നമ്മൾ നിന്ന്. അപ്പം യേശു ആകുന്ന ആ പാറയായിരുന്നു, ഈ ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന പാറയായിരുന്നു യേശു കേട്ടോ. യേശു ആദ്യം തുടങ്ങി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം യേശു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏക ദൈവം എപ്പോഴും ഒരുമിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ യേശു ആകുന്ന പാറ. രണ്ടാമത് വെള്ളം. യേശു പറഞ്ഞു, ദൈവം എന്നാ പറഞ്ഞ്, നീ ആ പാറയോട് സംസാരിക്കാൻ പറഞ്ഞു. ആ പാറയോട് നീ സംസാരിച്ചാൽ മതി, വെള്ളം ഒഴുകുമെന്ന് പറഞ്ഞു. ആദ്യം അടിച്ചു, രണ്ടാമത് മോശയ്ക്ക് ദേഷ്യം വന്ന് 2 പ്രാവശ്യം 2 അടി അങ്ങ് കൊടുത്തു. അത് കാരണം അവിടെ അനുസരണക്കേട് കാണിച്ച കാരണമാണ് മോശയ്ക്ക് കാനാൻ ദേശത്ത് പോകാൻ പറ്റാഞ്ഞത്. ഏതൊക്കെ എത്രയോ വലിയ മനുഷ്യനാണേലും ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയുണ്ടാകും. പാപം ചെയ്താൽ ദൈവത്തിൻ്റെ ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് പാറയെ അടിക്കാൻ പാടില്ല, 2 പ്രാവശ്യം അടിക്കാൻ പാടില്ല. യേശുവിനെ അടിക്കുന്ന 1 പ്രാവശ്യമേ ഉള്ളൂ. 1 പ്രാവശ്യമല്ലേ കുരിശിൽ തകർക്കാൻ പറ്റുള്ളൂ. അതുപോലെ 2 പ്രാവശ്യം ആ റോക്കിനെ അടിക്കാൻ പാടില്ല. അങ്ങനെ അടിച്ച കാരണം കർത്താവിന് ദേഷ്യം വന്നു. മോശയെ കാനാൻ ദേശത്ത് നീ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. സോ അങ്ങനെ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹീ ഗിവ്സ് യു ലിവിങ് വാട്ടർ, ഹീ ഗിവ്സ് യു വാട്ടർ, ഹീ ഗിവ്സ് യു ഫുഡ്. നമുക്കെല്ലാം തരുന്ന ദൈവമാണ്. ഈ വെള്ളം ദൈവം ഉണ്ടാക്കിയതല്ലേ, സൃഷ്ടിച്ചതല്ലേ വെള്ളമെല്ലാം. അപ്പം മനുഷ്യരതെല്ലാം ബോട്ടിലാക്കി ഭയങ്കര പൈസയൊക്കെ മേടിക്കുന്നു. വായു ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്. കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി തന്നു അല്ലേ. ഇപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കുണ്ട്. ഈ ദൈവം ഹീസ് പ്രൊവൈഡിങ് എവറിത്തിങ് ടു അസ്. നമുക്ക് ഇല്ലാത്തതിനെ ഓർത്ത് പരാതി പറയരുത്. പരാതി പറയുന്നവരെ ദൈവം എപ്പോഴും ശിക്ഷിക്കുന്നു. അവിടെ എന്തൊക്കെ കിട്ടിയിട്ടും അവർ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. മോശയൊക്കെ കല്ലെറിയാൻ പോയി, ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോവുക, ഈജിപ്തിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങ് കൊണ്ടുവരുവാണ്. അങ്ങനെയൊക്കെ വളരെ അവരെല്ലാവരും കൂടെ ചെറുത്ത് നിന്ന് അങ്ങനെ സംസാരിച്ച കാരണം ദൈവത്തിന് ദേഷ്യം വന്ന് എത്രയോ പേര്, ചിലരെയൊക്കെ പാമ്പ് കടിച്ച് മരിച്ചു, ചിലരൊക്കെ പ്ലേഗ് കുഷ്ഠം വന്ന് അങ്ങനെ മരിച്ചു. അങ്ങനെ എല്ലാവരും മരുഭൂമി പെട്ടുപോയി. നമ്മളും സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ആ യാത്രയിൽ ഇതിപ്പം നമ്മൾ മരുഭൂമി യാത്രയാണിപ്പോൾ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പരാതി പറയാൻ പാടില്ല. ദൈവത്തിന് അത് ഒട്ടും ഇഷ്ടമില്ല. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ട്രസ്റ്റ് ചെയ്യണം. കാലേബും ജോഷുവയും പറഞ്ഞു, എൻ്റെ ദൈവത്തിന് സാധിക്കും ഞങ്ങളെ ആ ദേശം ഞങ്ങൾക്ക് തരാൻ. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ആ ദേശം കരസ്ഥമാക്കുക ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കും എന്ന് ശക്തിയോടെ പറഞ്ഞ ആ കാലേബും ജോഷുവയാണ്. അതുപോലെ നമുക്ക് വിശ്വാസത്തോടെ ആ ദൈവത്തെ ആശ്രയിക്കാം. ഈ ജഹോവ ജൈറ, മൈ പ്രൊവൈഡ്. എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ, എൻ്റെ ദൈവമേ അങ്ങ് കരുതുന്ന ദൈവമാണ്. യഹോവ ഈരെ, എനിക്ക് വേണ്ടി എല്ലാം കരുതുന്നതിനാൽ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു എന്നെല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.